സംസാരിക്കുന്നത് ഗർഭകാലത്തിന്റെ 26ാമത്തെ ആഴ്ചയിൽ ഗർഭിണിയിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, കുഞ്ഞിന്റെ വളർച്ച, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. 26ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ 6ാം മാസത്തിന്റെ അവസാനത്തിലാണ്. 26ാമത്തെ ആഴ്ചയിൽ ഗർഭിണിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ആഴ്ചയിൽ ഗർഭിണിയിൽ ചെറിയ രീതിയിലുള്ള അടിവയർ വേദന, യൂട്രസിലെ വേദനയൊക്കെ അനുഭവപ്പെടാം. അതോടൊപ്പം ചിലർക്ക് വയർ ടൈറ്റ് ആകുന്നത് പോലെയൊക്കെ തോന്നാം. ഇതിനെ ബ്രസ്റ്റണിക് കൺട്രാക്ഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു കൺട്രാക്ഷൻ നിങ്ങൾക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരുപാട് തവണ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ ശക്തമായ വയറുവേദന അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ ഉറക്കമില്ലായ്മ കൂടുതൽ പേർക്കും കാണാറുണ്ട്. ഇതിന് കാരണം വയറിന്റെ സൈസ് കൂടുന്നത് കൊണ്ടും കിടക്കാനുള്ള ബുദ്ധിമുട്ട്, നെഞ്ചെരിച്ചിലൊക്കെ കൂടുതലായിരിക്കും. അതുപോലെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളും കാണാറുണ്ട്. അതുപോലെ ചിലർക്ക് രാത്രികാലങ്ങളിൽ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഉറക്കമില്ലായ്മ കൂടുതലായിരിക്കും. അതുപോലെ വളർന്നു വരുന്ന യൂട്രസിന്റെ പ്രഷർ മറ്റ് അവയവങ്ങളിലേക്ക് കൂടി പ്രഷർ കൊടുക്കുന്നത് കാരണം ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, ഡൈജഷൻ നന്നായിട്ട് നടക്കാത്തത് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ കാണാറുണ്ട്. അതുപോലെ ബോഡി ടെമ്പറേച്ചർ ചിലരിൽ കൂടുതലായിരിക്കും. അതുപോലെ കൈകളിലും കാലുകളിലും നീര്, മസിൽ കൊച്ചിപ്പിടുത്തം, തലകറക്കം, സ്കിന്ന് കുറച്ചുകൂടി ഡാർക്ക് കളറിൽ കാണപ്പെടുക, സ്ട്രെച്ച് മാർക്ക് കാണപ്പെടുക, വയറിലെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, വയറിന്റെ നടുവിലായിട്ട് ഡാർക്ക് കളറിലുള്ള ലൈൻ കാണപ്പെടുക, അതുപോലെ ബ്രസ്റ്റിന്റെ സൈസ് കൂടുക, നിപ്പിളിന്റെയും ഏരിയോളയുടെയും ഭാഗം ഡാർക്ക് കളറിൽ കാണപ്പെടുക എന്നിവയാണ് പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ. അതുപോലെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഈ ഒരു വീക്കിൽ ഗർഭിണിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഒരു വീക്കിൽ നല്ല രീതിയിൽ വെയിറ്റ് കൂടുന്നതാണ്. ഇനി 26ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിന്റെ വളർച്ച എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരാഴ്ചയിൽ കുഞ്ഞിന്റെ സൈസ് ഏകദേശം ഒരു പപ്പായയുടെ അത്രയുമാണ് ഉണ്ടാവുക. കുഞ്ഞിന്റെ നീളം ഏകദേശം 35.6 സെന്റിമീറ്ററും കുഞ്ഞിന്റെ തൂക്കം ഏകദേശം 760 ഗ്രാമുമായിരിക്കും ഉണ്ടാവുക. കുഞ്ഞിന്റെ അടഞ്ഞിരിക്കുന്ന കണ്ണ് ഓപ്പൺ ആകുന്നതാണ്. ലൈറ്റ് തട്ടുമ്പോൾ കുഞ്ഞിന്റെ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. കുഞ്ഞിന്റെ കേൾവി ശക്തി കൂടുതലായിരിക്കും. സൗണ്ടുകളോടൊക്കെ അത് പ്രതികരിക്കുന്നതാണ്. കുഞ്ഞിന്റെ ലെങ്സ് നല്ല രീതിയിൽ വികസിക്കുന്നതാണ്. ടേസ്റ്റ് ബഡ്സ് ഈ ഒരു വീക്കിൽ നന്നായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. ആൺകുട്ടികളാണെങ്കിൽ വൃഷ്ണം സഞ്ചിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. കുഞ്ഞിന്റെ വായും ചുണ്ടും കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. കുഞ്ഞിന്റെ ടൂത്ത് ബഡ്സ് ഫോം ആയിട്ടുണ്ടാവും. കുഞ്ഞിന്റെ ഹൃദയം ഓരോ മിനിറ്റിലും 120 മുതൽ 160 തവണ മിടിക്കുന്നുണ്ടാവും. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. പ്രീനാറ്റൽ വൈറ്റമിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കുക. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ ഭക്ഷണത്തിൽ ഫൈബേഴ്സ്, പ്രോട്ടീൻ, കാൽഷ്യം, അയൺ, ഫോളിക് ആസിഡ്, സിങ്ക്, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ റെസ്റ്റ് പറഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ മലർന്നു കിടക്കാതിരിക്കുക, ഒരുപാട് ദൂരം യാത്ര ചെയ്യാതിരിക്കുക. അതുപോലെ BP, ഷുഗർ ഒക്കെ വരാനുള്ള സാധ്യത ഈ ഒരു വീക്കിൽ കൂടുതലാണ്. അതുകൊണ്ട് ഉപ്പിന്റെയും മധുരത്തിന്റെയും ഉപയോഗം കുറയ്ക്കുക. മാക്സിമം സന്തോഷമായിട്ട് ഇരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.